What is the relation with doctors and Honda City? Honda City is supposed to be, a doctor's car. In fact, in my life, the first time I sat in a Benz was when I bought my own car. ഒരു വശത്ത് കരിയർ നല്ലപോലെ മുന്നോട്ട് പോകുന്നു, മറ്റൊരു വശത്ത് കാറിനോടുള്ള ഇഷ്ടം മുന്നോട്ട് പോകുന്നു. How do you plan your life in terms of investments എങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? Safe investment പറഞ്ഞാൽ long term investments is obviously FDs, RDs ഉണ്ട്, NPS ഉണ്ട്. Different opportunities explore ചെയ്യാറുണ്ട്. So obviously when you look for different opportunities, you get something different, like I got through you and GoEC, I found out. എന്ത് തോന്നുന്നു 2 years ആയിട്ട് first probably might work out എന്നായിരുന്നു. What is your experience in GoEC? So yeah, experience has been fairly good, I would say. വേറെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ GoECയുടെ at first 2 years you give an assured amount of 10%. So അത് വളരെ കംഫർട്ടബിൾ ആണ്, because as a investor നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് 2 years വർക്ക് ആയെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 10% കിട്ടുന്നുണ്ടല്ലോ. ഇറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ ദ FD. വെൽക്കം ടു GoEC ടോക്സ്. നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റാണുള്ളത്. GoEC സംബന്ധിച്ചിടത്തോളം വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വെക്കുന്ന നമ്മുടെ ഒരു ഇൻവെസ്റ്ററും നമ്മുടെ ഒരു ഗസ്റ്റും ഒക്കെയാണ് ഡോക്ടർ കാർത്തിക് കുൽക്ഷേത്ര, GastroSurgeon, Adlux Apollo Hospital, അങ്കമാലി. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമുക്ക് നമ്മുടെ ബേസിക് കാര്യത്തിൽ തുടങ്ങാം. എങ്ങനെയാണ് കാറുകളിലേക്കുള്ള ഇഷ്ടം വന്നത്? വാട്ട് ഈസ് യുവർ ഇമോഷൻ ടു കാർസ്? സോ സിൻസ് ഐ വാസ് എ ചൈൽഡ്, ഒരു 2 വയസ്സ് 3 വയസ്സായിരിക്കും, എൻ്റെ കളക്ഷനിൽ ടോയ്സ് പറഞ്ഞാൽ കാർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഐ ഡിഡ്ന്റ് ഹാവ് എനി അതർ ടോയ്സ് അതർ ദാൻ കാർസ്. അത്രയ്ക്ക് പാഷനേറ്റ് ആണ് ഫോർ കാർസ്. സോ സംഹൗ ഇറ്റ്സ് ജെനറ്റിക് ആണ്, ഇൻബിൽറ്റ് ആണ്. അങ്ങനെ കാർസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് കൺവേസ് എ ഡിഫറെൻറ്റ് ഇമോഷൻ ടു മീ. കാർ ഇസ് സംതിങ് ഡിഫറെൻറ്റ്. കുറേ ആൾക്കാർക്ക് വീട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ക്ലോത്ത്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ മൈ പാഷൻ ഇസ് അബൌട്ട് കാർസ്. So when I sit in a car, it gives me a different feel. It gives me happiness. It gives me comfort. It gives me a sense of protection. The idea of something, you're sitting in something which is giving you protection, taking you from point A to point B. ലോജിക്കലും കൂടെ ആണ് അതിൻ്റെ അതല്ലേ? So it's a very special feel for me. So ഏതായിരുന്നു your first car memory? So അപ്പം നമ്മുടെ വീട്ടിൽ I belong to a very average middle class family actually. So നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് കാർ ആക്ച്വലി സാൻട്രോ ആയിരുന്നു. That I learned driving very late because വീട്ടിൽ വണ്ടി ഉണ്ടായില്ല. അപ്പം when I was almost I think 24-25 only, നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് സാൻട്രോ സിംഗ് മേടിച്ചു. അപ്പം മിഡിൽ ക്ലാസ് കാർ, മിഡിൽ ക്ലാസ് ആൻഡ് വെരി നൈസ് ആൻഡ് വെരി റിലയബിൾ കാർ. അന്ന് ഭയങ്കര ഹിറ്റ് ആയിരുന്നു, സെക്കൻഡ് ജനറേഷൻ സാൻട്രോ. അങ്ങനെയാണല്ലോ ഹ്യുണ്ടായി കറക്റ്റ് മാർക്കറ്റിൽ വരുന്നതൊക്കെ. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം when I started, my father was teaching me driving. ഫസ്റ്റ് ടൈം തന്നെ വണ്ടിയിലിരുന്നു and I started driving. Okay. ഫാദർക്ക് വിശ്വസിക്കാൻ പറ്റില്ല that I have not learned driving before. So I was so much into cars that I used to observe you closely. ഇങ്ങനെ ക്ലച്ച് വർക്ക്, ഇങ്ങനെ ഗിയർ ആണ്. സോ മൈൻഡിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ I didn't get opportunity കിട്ടിയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. സോ പ്രൊഫഷണലി യു ആർ എസ്റ്റാബ്ലിഷ് ആവുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സോ how is your car journey in terms of owning a car? So yeah, the first Santro എൻ്റെ വണ്ടി ഉണ്ടായില്ല, ആക്ച്വലി ഫാദറിൽ മേടിച്ചത്. അപ്പം പിന്നെ സെക്കൻഡ് കാർ വാട്ട് വി ഹാഡ് വാസ് എ സ്വിഫ്റ്റ്. സോ ദാറ്റ് വാസ് എ ഡീസെന്റ് എനഫ് കാർ. പക്ഷേ ഒബ്വിയസ്ലി അത് എൻ്റെ കാർ ആയിരുന്നില്ല. ആക്ച്വലി ആഫ്റ്റർ മാരേജ് മൈ വൈഫ് ഓൾറെഡി ഹാഡ് ദാറ്റ് കാർ. സോ യു ആർ ഡ്രൈവിംഗ് ദാറ്റ് കാർ. ഞാൻ ഫസ്റ്റ് വണ്ടി മേടിച്ചത് ഫ്രം മൈ earning വാസ് എ ഹോണ്ട സിറ്റി 2014. അപ്പോൾ ഹോണ്ട ഫസ്റ്റ് ടൈം ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നു. ID Tech Dreams engine ആയിരുന്നു. So that was a very very beautiful engine and a very nice car to drive. What is the relation with doctors and Honda City? ഭയങ്കര കോമൺ ആണ്. Honda City is supposed to be a doctor's car or all the professionals they prefer buying, because I think ഒന്ന് വണ്ടി നല്ല കംഫർട്ടബിൾ ആണ് to drive. It is cheap to maintain and very easy to maintain and reliable ആണ് obviously, because Honda വണ്ടി obviously reliable ആണ്. So that probably associates with the professional. Correct. And at that time ഞാൻ ഡീസൽ എടുത്ത് വെച്ചാൽ ആ സമയത്ത് പെട്രോളിന്റെ കോസ്റ്റ് വാസ് വെരി ഹൈ ആൻഡ് ദ ഡിഫറൻസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ വാസ് സബ്സ്റ്റാൻഷ്യൽ. 20 rupees ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി മൈലേജ് ഓഫ് ഡീസൽ ഇസ് മച്ച് ബെറ്റർ. സോ അങ്ങനെ ഞാൻ ഹോണ്ടയുടെ ഈ ID Tech വണ്ടി എടുത്തു. ആൻഡ് ഓൾമോസ്റ്റ് 10 years I drove the car without any hassle. ഒരു പ്രശ്നമില്ല വണ്ടിക്ക്. ഈവൻ സ്മോൾ മൈനർ ഹിക്കപ്പ് പോലും ഉണ്ടായില്ല. ഓൾമോസ്റ്റ് 85,000 90,000 kilometers I drove the car. Recently, only just 6-8 months back, only I changed the car. Yeah. And the change too? So Honda and actually day-to-day വണ്ടി ആയിരുന്നു. So I bought a Grand Vitara hybrid എടുത്തു. പക്ഷെ അതല്ലാതെ എനിക്ക് വേറെ ഒരു പാഷൻ ഡ്രിവൻ വണ്ടി വേറെ ഉണ്ട്. So I mean, you already know that I am into this driving also. So initial ഞാൻ ഫസ്റ്റ് പ്രീമിയം വണ്ടി എടുത്ത് ബെൻസിന്റെ CLA ആയിരുന്നു. So that I drove for around 2 years. So what color? White color. White CLA. And 2 years ഓടിച്ചു. നല്ല വണ്ടിയായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ഡീസൽ കാർ. ഭയങ്കര പ്രസൻസ് അല്ലേ? ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. നല്ല ഡിസൈൻ ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി സ്പോർട്ടി. സോ
drove for 2 years, but then I thought it is going a bit outdated. ആദ്യം ഓടിക്കുന്ന പ്രോപ്പർ ലക്ഷറി വണ്ടി അതായിരുന്നു Benz. ഡോക്ടേഴ്സ് കാറുണ്ടല്ലേ? Doctor's car only. And in fact, in my life, the first time I sat in a Benz was when I bought my own car. So I remember I had never actually sat in a Benz. So that was a good thing. Then at the end of it, last year I upgraded to a C-Class. Okay. C300D, which is also a performance car. So അപ്പോഴും ഒരു എന്താ പറയുന്നത് സെഡാൻ എന്നുള്ളൊരു കണ്ടിന്യൂഷൻ പോവാണല്ലേ? എനിക്ക് സെഡാൻ കുറച്ചുകൂടെ ഇഷ്ടമാണ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് എ പ്രോപ്പർ ലുക്ക് ഓഫ് എ കാർ. പ്രോപ്പർ 3-box കാർ ആണല്ലോ, പിന്നെ നല്ല സ്റ്റേബിലിറ്റി ഉണ്ടാവും. And obviously it looks very classy. Comfort wise, I think compared to any other car, SUV ആണെങ്കിൽ coupe ആണെങ്കിൽ sedan വേറെ comfort and feel ഉണ്ട്. Obviously the road clearance is less, so that's a concern. But yeah. So അവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു SUV ഒരു ബേസ് SUV-ലേക്ക് എങ്ങനെ വന്നു? So basically ഞാനിപ്പോൾ Apollo Adlux Hospital സർജിക്കൽ ഗാസ്ട്രോ ആണ്. അപ്പം ഐ എം എ കൺസൾട്ടന്റ് ഹിയർ. സോ നമുക്കിപ്പം ഹോസ്പിറ്റലിൽ ഒബ്വിയസ്ലി ജോലി ഉണ്ടാവും, പക്ഷേ നമുക്ക് പുറത്ത് ക്ലിനിക്സ് ഉണ്ട്, അവിടെ പോകണം. സോ ഐ ഗോ ടു ലോട്ട് ഓഫ് പ്ലേസസ് ഇൻ അറൗണ്ട് ഒരു 30 to 40 kilometer ഡിസ്റ്റൻസ് എനിക്ക് ക്ലിനിക്സ് ഉണ്ട്. സോ ഐ ട്രാവൽ ടു ചാലക്കുടി ഫ്രം അങ്കമാലി, ചാലക്കുടി ഉണ്ട്, മാല, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, അങ്ങനത്തെ കുറേ സ്ഥലമുണ്ട്. റോഡ്സ് അറിയല്ലോ, മോശമാണ് റോഡ്സ് ഇപ്പം എല്ലാം വർക്ക്. എക്സാക്ട്ലി. So I was finding it difficult with the Honda because ഒന്ന് അത് ഗിയർഡ് വണ്ടിയായിരുന്നു, സെക്കൻഡ് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി ബെൻസിന്റെ ക്ലിയറൻസ് ഓൾസോ ഇസ് വെരി ലെസ്. സോ കുറച്ച് പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോഴേക്ക് സോ ഐ തോട്ട് ഐ ഷുഡ് ഗോ ഫോർ സംതിങ് വിച്ച് ഇസ് മോർ പ്രാക്ടിക്കൽ. ആസ് എ സെക്കൻഡ് കാർ, ഈസി ടു മെയിൻറ്റെയിൻ ഓൾസോ, കുറച്ചുകൂടെ പോക്കറ്റിൽ കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. സോ ഐ തിങ്ക് ദാറ്റ് Vitara checked all the boxes. Practical car ആണ് basically. അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതാണ്, മെയിൻ്റെനൻസ് വെരി ഗുഡ്, മൈലേജ് ഇസ് വെരി ഗുഡ്. ഫോർ എ സെക്കൻഡ് കാർ with a premium car, I think it makes sense. ഒരു വശത്ത് കരിയർ നല്ലപോലെ മുന്നോട്ട് പോകുന്നു, മറ്റൊരു വശത്ത് കാറിനോടുള്ള ഇഷ്ടം മുന്നോട്ട് പോകുന്നു. ഹൗ ഡു യു പ്ലാൻ യുവർ ലൈഫ് ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? So basically apart from career and your passions, obviously investment is a very important part because when properly money manage idillenkil life becomes very difficult. So the previous generation had a struggle because they had to struggle for every small thing. But generation better so my father has provided me something which now I have to build on it. But money properly manage, everything goes into waste. So money management tanne padichu, how to manage, how to diversify my investments. Angane initially started with more safer investments like obviously FDs and RDs, and slowly pinne mutual funds agane padichu ingane cheyende. Course nu cheyidilla, but I studied myself. Then I started investing in even stock market. Then I started thinking about diversifying my portfolio. For safe investment, long-term investments is obviously FDs, RDs, NPS. When I have 2 daughters, so I invest for them the Sukanya Samriddhi Yojana. Anganathe instruments undu. For decently long-term and quite risky mutual funds and equity undu. Of course, after proper researching. But then you think about, okay, can I diversify more, or can I get something upon namakoro recurrent source of income investment undo. So these are all long-term investments. Obviously, you can't put your money today and naale withdraw. Basically, our money avada hold on allo. So stocks aanengil suppose by chance namakku innor avashyam vanna stock market down aanennu, so I can withdraw my capital. So angane liquidity korchu koravana, and it's obviously it's a bit more risky investment. So I was looking for opportunities where എനിക്ക് എല്ലാ മാസം ഒരു റിക്കറിംഗ് കൈൻഡ് ഓഫ് ഇൻകം കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ. So for example, a rental income. So that also is good because every month you can get some kind of money apart from your job. എപ്പോഴും ഈവൻ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ലോങ് ടേം നമ്മൾ നോക്കിയാണ് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളത്. Exactly. റിയൽ എസ്റ്റേറ്റ് അങ്ങനെയാണ്, പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ if you are suppose investing in a commercial property, അപ്പോൾ എനിക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലുണ്ട്. സോ എല്ലാ മാസം അവിടെ നിന്ന് റെന്റൽ ഇൻകം വരും. So that is also a good thing to have a if the rental yield is good, obviously, then you can get a constant source of income കിട്ടുമല്ലോ. So that was the basic idea. So അങ്ങനെ ഞാൻ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. So obviously when you look for different opportunities, you get something different, like I got through you and Goisi, I found out. So how did you came across Goisi? So again, interesting thing, I was simply surfing Facebook and I was എപ്പോഴും on the look for opportunities ആണ്. So what is the new upcoming industry, ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. So അങ്ങനെ ഒരു ദിവസം ഫേസ്ബുക്കിൽ I saw a random ad that Goisi ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് which is pushing all these charging stations. അതിന്റെ മുമ്പേ actually my sister is in Delhi. ഞാൻ basically I'm not from Kerala, ഞാൻ UP ആണ് എൻ്റെ സ്ഥലം, പക്ഷെ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. So my family is, my parents and sister എപ്പോഴും ഡൽഹിയിലാണ്. So അങ്ങനെ എൻ്റെ സിസ്റ്റർ നെക്സോൺ EV എടുത്തു. So my brother-in-law is EV fan ആണ്, അപ്പം അങ്ങനെ നെക്സോൺ EV എടുത്തു. So they were very happy. അപ്പം അങ്ങനെ ഒരു പരിചയം ഉണ്ടായി, ഓക്കെ EVs are coming, they are coming. അപ്പം ഞാൻ ആക്ച്വലി
സോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓക്കെ EVs are good and they are doing good and people are happy with EVs. So പിന്നെ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ obviously EVs are coming in a big way and government is also pushing for it. അങ്ങനെ ഒരു ഐഡിയ കിട്ടി. സോ എനിക്ക് ഡോക്ടറോട് സംസാരിച്ചൊരു കാര്യം തോന്നുന്നത് there are two aspects that stands out when I talk to you. One is that observation. അതായത് ഒരു ഡ്രൈവിംഗ് ഒബ്സർവേഷനിലൂടെ അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻഗ്രെയിൻ ഇൻ യുവർ ബ്രെയിൻ. രണ്ട് ലോഞ്ചിവിറ്റി യൂസ് ടു കാർ ഫോർ 10 years. അതും പ്രാക്ടിക്കലായിട്ട് അതിന് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് മാറ്റിയത്. ഐ ഗസ് ഈ ഒബ്സർവേഷൻ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെ പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെ ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണലിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഹൗ ഡിഡ് യു ഡു യുവർ റിസർച്ച് വെൻ യു ടോക്ക് അബൌട്ട് ആൻ ഇൻഡസ്ട്രി ലൈക്ക് ഗോയിസി വേർ ഗോയിസി വർക്ക്സ്? സോ അപ്പം ഒബ്വിയസ്ലി വെൻ EVs നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആൻഡ് ദ ഗവൺമെന്റ് ഇസ് സപ്പോർട്ടിങ് ദാറ്റ് എൻറ്റയർ എൻവയറമെന്റ് ഓഫ് EVs അല്ലേ. പിന്നെ സെക്കൻഡ് തിങ് ഇസ് whenever I've interacted with any EV owner, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്ക്ക് EV ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ടോട് BMW iX1 എടുത്തു. So I didn't find any customer unhappy with the EV. Okay. That is the first thing. എൻ്റെ ഒബ്സർവേഷൻസ് ആണ്. I may or may not be right. So that is one thing. Second thing is obviously government push. Third thing, if you see the world over, what is happening. China പോലത്തെ country ആണെങ്കിൽ 80% EVs ആയിട്ടുണ്ട്. Even European Union is pushing for EVs. Even US ആണെങ്കിൽ Tesla is quite doing well. China ആണെങ്കിൽ BYD is doing very well. So all these companies are doing well, fairly well actually. പിന്നെ obviously നമ്മളിപ്പം ഒരു oil dependent country ആണല്ലോ. India is not a producer of oil. So നമ്മളൊരു 90% oil വരുന്നതാണല്ലോ. Exactly. Recent issue തന്നെയാണ്. 90% 95% വെള്ളം import ആണല്ലോ. So obviously long term അത് sustainable അല്ല. And obviously it's a very very limited resource ആണല്ലോ. It's a natural resource അല്ല. So obviously another feeling one okay fine, this is probably the future. So it's how do you predict the trend? So 100% ആൾക്ക് predict ചെയ്യാൻ പറ്റില്ല, but with a reasonable idea maybe you can say okay fine, this might be the trend and this might go this way. So ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, the future investment is power transitionൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ അതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ആൻഡ് അങ്ങനെ ഒരു തോട്ട് നിൽക്കുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനി വിസ് ഫൗണ്ട് ഇൻ കേരള ആൻഡ് നാഷണൽ ആയിട്ടുള്ള ന്യൂസുകളോ ഹെഡ്ലൈൻസോ ഒന്നുമില്ലാത്ത ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനി. സോ ഡോക്ടറുടെ ഒരു ഡ്രീംസ് അല്ലെങ്കിൽ ആ ആസ്പിറേഷൻസും വളരെ ചെറിയൊരു കേരളത്തിലെ അന്ന് 2 years ബാക്ക് ആണെങ്കിൽ 2.5 years ബാക്കിലാണ് ഡോക്ടർ ഫസ്റ്റ് ഗോയിസിയായിട്ട് ഗെറ്റ് ഇൻ ടച്ച് വന്നത്. ആൻഡ് സിൻസ് ദെൻ യു ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഗോയിസി ഫാമിലി. സോ അന്ന് ഗോയിസി ഇത്രയും എസ്റ്റാബ്ലിഷ് ഒന്നും അല്ലല്ലോ. സോ അവിടെ എങ്ങനെ ഒരു കണക്ട് വന്നത് ബേസിക്കലി? So yeah, I mean the questions you're asking very limited. First part, വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് റിന്യൂവബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സോളർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറേ സ്റ്റോക്സ് ഉണ്ട് അതിൻ്റെ. ദാറ്റ്സ് ഓൾസോ ഗുഡ് ഓപ്ഷൻ, നോട്ട് എ ബാഡ് ഓപ്ഷൻ. അപ്പം അത് ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. ഒബ്വിയസ്ലി വെൻ യു ഇൻവെസ്റ്റ് ഇൻ എ കമ്പനി അത് റിസർച്ച് ചെയ്യണം. ഒരു ദിവസം ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കേരളയിൽ നല്ല റെന്റ് ഫോക്ക് ഉണ്ട് ചാർജിങ്, ബിക്കോസ് ഹീസ് ഹാവിംഗ് എ EV, സോ ഹി കീപ്സ് സീയിങ് ദിസ്. കേരളമാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് EV. Adaptation ഭയങ്കര ഫാസ്റ്റ് ആണ്. The entire EV environment is growing very fast in Kerala. Even charging stations ആണെങ്കിൽ അപ്പോൾ പുള്ളി മെൻഷൻ ചെയ്ത് 1-2 ജിയോന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തു പുള്ളി. സോ അങ്ങനെ then it struck me okay fine. So basically if you understand that the geography, അപ്പം കേരള ആണെങ്കിൽ കേരള is different from other states. അപ്പം എൻ്റെ സ്ഥലം UP ആണ്, ഡൽഹി ഞാൻ സ്ഥലമായിട്ട് പോകാറുണ്ട്. So between two cities also there will be long areas. അവിടെ ഒന്നും ഉണ്ടാവില്ല, ആകെ ഫീൽഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫാമിംഗ് ഫീൽഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ചിലപ്പോൾ ഒരു 50, 30, 40 kilometers അങ്ങനെ ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് ഉണ്ട്, സിറ്റി ഇതാണ് ഭയങ്കര ഡിസ്റ്റിങ്ഷൻ ആണ്. പക്ഷേ കേരള ഇസ് ലൈക്ക് എ വൺ ബിഗ് സിറ്റി. സോ ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂവേഷൻ. ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്ത കാലിക്കറ്റ് വരെ കണ്ടിന്യൂസ് സിറ്റി ആയിരിക്കും. സോ എസ്റ്റാബ്ലിഷിംഗ് എ EV ചാർജിംഗ് നെറ്റ്വർക്ക് ഇസ് ഐ തിങ്ക് ഇസ് മച്ച് മോർ ഈസിയർ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ കേരള. സോ ദാറ്റ്സ് വൈ EV അഡോപ്ഷൻ ഓൾസോ. പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് പോകുകയാണെങ്കിൽ അപ്പം UP ആണെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റേറ്റ്. അപ്പം ഈവൻ നോർമൽ സിറ്റീസ് ആണെങ്കിൽ 400-500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. So if you want to go confidently with the EV, you have to find the stations and all. പക്ഷേ കേരള അങ്ങനെയല്ല. ഫ്രം ട്രിവാൻഡ്രം ടു കാലിക്കറ്റ് 400 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇപ്പം ഇവൻ നല്ല പുതിയ EVs ആണെങ്കിൽ സിംഗിൾ ചാർജ് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ദോസ് തിങ്സ് കേരളയുടെ ജോഗ്രാഫി എങ്ങനെയാണ് ദാറ്റ് EV മൈറ്റ് ബി ബെറ്റർ ഓപ്ഷൻ കൺസിഡറിങ് കേരള. ബിക്കോസ് മാക്സിമം ഈവൻ നമ്മളുടെ ഇപ്പം മൂന്നാർ പോലത്തെ സ്ഥലമാണെങ്കിൽ ഇപ്പം എവിടെ പോവാണെങ്കിൽ മാക്സിമം 200 കിലോമീറ്റേഴ്സ് മുന്നാർ എത്തും അല്ലേ. വയനാട് ആണെങ്കിൽ അല്ലെങ്കിൽ വാഗമൺ ആണെങ്കിൽ. So I think within range ലാണ്. So if you establish a good charging network, so obviously but when the government pushes for EV ക്ക് push ഉണ്ടെങ്കിൽ, so obviously അതും charging stations വേണമല്ലോ to power them,
കുറെ വണ്ടി ഉണ്ട്, പക്ഷെ പെട്രോൾ പമ്പ് ഇല്ലെങ്കിൽ പിന്നെ വണ്ടി കൂടും. അല്ല ഡോക്ടർക്ക് അപ്പോൾ സ്വന്തമായിട്ട് വേണം ഒരു ചാർജ് സ്റ്റേഷൻ അങ്ങ് തുടങ്ങിക്കൂടായിരുന്നു, ഒരു മെഷീൻ ഇറക്കി ഒരു ചെറിയൊരു പരിപാടി വെച്ച് അങ്ങ് ചെയ്തുകൂടായിരുന്നു. ഐ മീൻ എങ്ങനെയാണ് ലെറ്റ്സ് ഇൻവെസ്റ്റ് ഇൻ ഗോയിസി എന്നൊരു തോട്ട് വന്നത് എങ്ങനെയാണ്? സോ ബേസിക്കലി ഐ ഡിഡ് മൈ ഓൺ റിസർച്ച്. സോ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഡിസിഷൻ അല്ല. ഐ തിങ്ക് ഐ ടുക്ക് ഓൾമോസ്റ്റ് 6 months ടു ഡിസൈഡ് ടു ഇൻവെസ്റ്റ് വിത്ത് ഗോയിസി. അതിൻ്റെ വൺ ഓഫ് ദ മേജർ റീസൺസ് വാസ് ബിക്കോസ് ഐ ഹാഡ് മൾട്ടിപ്പിൾ മീറ്റിംഗ്സ് വിത്ത് യുവർ ടീം. അപ്പം അങ്ങനെ കുറെ പ്രാവശ്യം ദീപികാരനു ഫസ്റ്റ് ടൈം കോൺടാക്ട് ചെയ്ത്, മസ്റ്റ് ടെൽ യു ഷീ ഈസ് വെരി പെർസിസ്റ്റന്റ് ആൻഡ് വെരി ഗുഡ് ഇൻ ഹർ വർക്ക് വാട്ട് ഷീ ഡസ്. സോ അങ്ങനെ പല പ്രാവശ്യം മീറ്റ് ചെയ്തു. ഷീ വാസ് ഓൾവേസ് വെരി ഹെൽപ്ഫുൾ. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യും. ആൻഡ് ഷീ ഓൾവേസ് കം ആൻഡ് ടോക്ക് ടു ഇൻ പേഴ്സൺ. അപ്പോൾ ഞാൻ പറഞ്ഞു, സി ഇത് ഓവർ ഫോൺ അല്ല, ഇൻ പേഴ്സൺ സംസാരിക്കണം. So she was kind enough to come and clear all the doubts. അപ്പോൾ അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കോൺടാക്ട്. ദെൻ സെക്കൻഡ് ഞാൻ ആക്ച്വലി ഐ കെയിം ടു യുവർ ഓഫീസ്. അന്ന് ഭയങ്കര ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു. പക്ഷെ ഐ വാസ് ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ദ കമ്പനി. വെദർ ദ ഇന്റൻഷൻ ഇസ് ടു ഡു സംതിങ് ഗുഡ് ഓർ ജസ്റ്റ് ടു ടേക്ക് ദ മണി ആൻഡ് ഗോ. പക്ഷെ ഐ ജെന്യൂൻലി ഫെൽറ്റ് അങ്ങനെ ഇന്റൻഷൻ അല്ല. യു ആർ ഹിയർ ഫോർ ദ ലോങ് ടേം ആൻഡ് ജെന്യൂൻ തോട്ട് ഉണ്ട്. യു ആർ പുട്ടിങ് തോട്ട്സ് ഇൻ ടു ഇറ്റ്. പിന്നെ വൈ കാണ്ട് ഐ പുട്ട് മൈ ഓൺ സ്റ്റേഷൻ. അപ്പം വൺ തിങ് ഇസ് സ്ഥലം വേണ്ടേ? സോ എനിക്ക് അങ്ങനത്തെ സ്ഥലമല്ല. സോ ഇറ്റ്സ് ചാർജിങ് സ്റ്റേഷൻ ഒബ്വിയസ്ലി ഇസ് നോട്ട് ഓൺലി അബൌട്ട് പുട്ടിങ് എ ചാർജർ. എവിടെ ചാർജിങ് സ്റ്റേഷൻ വെക്കുക അങ്ങനെയല്ലല്ലോ. ആ ചാർജിങ് സ്റ്റേഷൻ പറഞ്ഞാൽ വണ്ടി ചാർജ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 1 hour പിടിക്കും, ഇത്ര ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫില്ലിംഗ് പെട്രോൾ. വിതിൻ 2 minutes വണ്ടി ഫുൾ ആയി നമുക്ക് പോവാം. പക്ഷെ അപ്പോൾ 1 hour വേണമെങ്കിൽ ദെൻ പീപ്പിൾ നീഡ് സം ടൈം ടു സ്പെയർ ദർ ഓൾസോ അല്ലേ. നമുക്കൊരു കഴിക്കാനുള്ള സ്ഥലം വേണം, അല്ലെങ്കിൽ സം എന്റർടൈൻമെന്റ്സ് റിക്വയർഡ്. So normally ഒരു സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. So that is one thing which I was impressed that your selection of charging points is good in that way that you select such locations. So ഡോക്ടർ ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിലും ആ തോട്ട് ഉണ്ടായിരുന്നല്ലേ? സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു so that is the first thing. Second is അപ്പോൾ ഞാൻ ചാർജിങ് സ്റ്റേഷൻ വെച്ചാൽ എനിക്കെല്ലാം കാര്യങ്ങൾ നോക്കണ്ടേ. So who will manage it? ചാർജിങ് സ്റ്റേഷൻ മാത്രമല്ല, നമുക്ക് സപ്പോസ് ഞാനൊരു EV ഒന്നൊരാളെ, ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ്ക്ക് EV ഉണ്ടല്ലോ. മൈ ഫ്രണ്ട് ഇസ് ഹാവിങ് എ നെക്സോൺ. പുള്ളി കഴിഞ്ഞ ദിവസം, അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഹീസ് ഗോയിങ് ടു കൊല്ലം. ആ പുള്ളി ഓൾറെഡി ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ. സോ ഇഫ് ഐ പുട്ട് മൈ ചാർജിങ് സ്റ്റേഷൻ, എനിക്ക് ഇങ്ങനെ അത് ആപ്പിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ വിസിബിലിറ്റി കിട്ടും. സോ ഒബ്വിയസ്ലി ഐ നീഡ് സം വൺ ഹു ക്യാൻ മാനേജ്, ബിക്കോസ് എൻ്റെ കോർ ഏരിയ ഇസ് നോട്ട് ദിസ്. മൈ കോർ ഏരിയ സർജറി. സെക്കൻഡ് കോർ ഈസ് റിക്കറിംഗ് ഇൻകം. സോ ഐ എം ട്രൈങ് ടു ഡൈവേഴ്സിഫൈ. ഐ എം ഗുഡ് ഇൻ മൈ കോർ ഏരിയ. അതെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. സോ ഐ ക്യാൻ മാനേജ് ദാറ്റ്. പക്ഷേ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഐ നീഡ് സം വൺ ഹു ക്യാൻ help me manage this. So അങ്ങനെ I thought that this is a good option where GoEasy ഒരു partners ആയിട്ട്. So basically the business model is something like Uber only, no? എൻ്റെ വണ്ടിയാണ്, ഞാനാണ് ഓടിക്കുന്നത്, പക്ഷേ you are managing it. So this kind of model I thought is a good model, which probably might work out. എന്ത് തോന്നുന്നു 2 years ആയിട്ട് ഫസ്റ്റ് പ്രോബബ്ലി മൈറ്റ് വർക്ക് ഔട്ട് എന്നായിരുന്നു? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് GoEasy in 2 years? So yeah, experience has been fairly good, I would say. ഫസ്റ്റ് സ്റ്റേഷൻ ഞാൻ എടുത്തപ്പം ആലപ്പിയിലൊരു ക്ലാസിക് സ്റ്റേഷൻ ആയിരുന്നു. സോ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഇസ് വെരി ഡൈനാമിക് അബൌട്ട് ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ അന്ന് ഞാൻ എടുത്ത ഒരു 30 kilowatt സ്റ്റേഷനാണ്. ആൻഡ് ഒബ്വിയസ്ലി ദ ലൊക്കേഷൻ ഇസ് ഗുഡ് ഇൻ എവറിത്തിങ്. പക്ഷേ 2 years down the line, now I feel that 30 kilowatt is actually less. Because അപ്പം സോ അവിടെ ചാർജിങ്സ് വരണുണ്ട്. ഐ ആം മേക്കിംഗ് എ ഡീസെന്റ് എമൗണ്ട്, നോട്ട് വെരി ഹൈ. എൻ്റെ എക്സ്പെക്ടേഷനേക്കാൾ കുറവാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. സോ ദ മേ ബി many factors. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ്റെ പവർ കുറവാണ്, അല്ലെങ്കിൽ ആ ഏരിയയിൽ വേറെ ചാർജിങ് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടാവും. സോ ദിൽ ബി എൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. പക്ഷേ എല്ലാ ബിസിനസ് അങ്ങനെയാണല്ലോ. യു കനോട്ട് ബി 100% ഷുവർ. സോ സെക്കൻഡ് ലൊക്കേഷൻ എനിക്ക് ലക്കിലി ആ സമയത്ത് ഞാൻ വെറുതെ അങ്ങനെ ആപ്പ് നോക്കും GoEasyയുടെ. സോ ഏതൊക്കെ സ്റ്റേഷൻ കൂടുതൽ ഓക്യുപ്പൈഡ് ആണ് അങ്ങനെ നോക്കാറുണ്ട്. ഈവൻ ദോ ഐ ഡോണ്ട് ഹാവ് EV, ബട്ട് GoEasy ആപ്പ് ഉണ്ട്. സോ അങ്ങനെ I was looking at your Kuttiganam station, which was fairly doing well as per the app. അപ്പോൾ ഞാൻ അങ്ങനെ ദീപികനെ കോൺടാക്ട് ചെയ്തു. ഐ ആസ്ക്ഡ് ഹർ ദാറ്റ് can you share me the details of the station. അപ്പോൾ ബൈ ചാൻസ് ആ സ്റ്റേഷൻ അവൈലബിൾ ആയിരുന്നു. സോ it's a very nice, yeah, it's a good location. പിന്നെ എനിക്ക് മനസ്സിലായി. സോ then I again ഒരു 6 cents ആണ്, ഒരു ഹഞ്ചാണ്. ഓക്കെ ഫൈൻ, ദിസ് മൈറ്റ് സക്സീഡ്. അത് ഹൈ റേഞ്ച് ഏരിയ ആണ്, അവിടെ വേറെ ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല. പീപ്പിൾ ഹു ഗോ ദേർ നീഡ് ടു ചാർജ് ദ കാർ, then only they can come back. ഡെഫിനറ്റ് ആയിട്ട് ചാർജിങ് പോസിബിലിറ്റി കൂടുതലായിരിക്കുമല്ലോ. സോ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് പിന്നെ ഐ തോട്ട് ഓക്കെ ഐ ഷുഡ് ഗോ ഫോർ ദാറ്റ്. So second station was that which I took almost 1 year back, and luckily it has where your confidence parna GoEasyde that first 2 years you give an assured amount of 10%. So that was comfortable enough because as a investor നമുക്ക് confidence കിട്ടും. Okay,
ഫസ്റ്റ് 2 years വർക്ക് ആയെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 10% കിട്ടുന്നുണ്ടല്ലോ. ഇറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ എഫ് ഡി. എഫ് ഡിയിലേക്ക് 6-7% ഉള്ളൂ. അപ്പോൾ അത് 10% മാക്സിമം 8% കിട്ടും. അത് പക്ഷേ മാക്സിമം അത് പിന്നെ ജനറൽ പബ്ലിക്കിന് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ആയിരിക്കത്തില്ല. Exactly. So I thought, okay, this is at least for 2 years. That means confidence ഉണ്ട് that it will work in 2 years. And ശരിക്കും ആ ട്രെൻഡ് കണ്ടു ആക്ച്വലി. ഇനീഷ്യലി കുട്ടിക്കാനന്റെ ഇനീഷ്യൽ റെവന്യൂസ് വർ ഐ വാസ് ഗെറ്റിംഗ് ലെസ് ദൻ 10%. പക്ഷേ ആ ഷോർട്ട് എമൗണ്ട് ആയതുകൊണ്ട് 10% കിട്ടുന്നു. പക്ഷേ ലാസ്റ്റ് 6 months I have seen a drastic change. അപ്പോൾ ആ ഇൻഡസ്ട്രി ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത്? സോ യു ആർ സെയിങ് ദാറ്റ് തുടങ്ങുമ്പോൾ ഇൻഡസ്ട്രി ബൂം ആവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് കറന്റ്ലി ആ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ആ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? Yeah, obviously the prediction is correct because every month ഞാൻ നോക്കാറുണ്ട് എത്ര EVs സെയിലിംഗ് ആണ്. ബട്ട് ട്രെൻഡ് ഓബ്വിയസ്ലി EV സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ടാറ്റ itself has started pure EV dealerships in Kerala. Already 2-3 dealership ആയില്ലേ. 5 ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. മാക്സിമം കേരളയിലാണ്. Yes. So even ഏത് കമ്പനി ആണെങ്കിലും ഇപ്പോൾ ക്രെറ്റയുടെ EV വന്നു, മാരുതി is coming up with the EV. So Mahindra already they are investing so much in EVs and നല്ല EVs ആണ് ആക്ച്വലി. B6 and B9 നോക്കിയിട്ടുണ്ട്. പിന്നെ ഈവൻ ലക്ഷറി സെഗ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ ബെൻസ് കാറിനെ വിളിക്കാറുണ്ട്, സർജറി കൊണ്ട് ചേഞ്ച് ടു EV, EQS, EQ ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ BMW iX1 സൂപ്പർ ഹിറ്റ് ആണ്, വളരെ ലോ കോസ്റ്റ്, വെരി വെരി ഗുഡ്. ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ 2 പേര് എടുത്തിട്ടുണ്ട്. വോൾവോ ഹാസ് വെരി ഗുഡ് EVs. സോ ഈവൻ ഹൈ എൻഡ് വണ്ടി പോർഷ ആണെങ്കിൽ ടൈക്കാനുണ്ട്. സോ everyone is trying to Hummer വരുന്നുണ്ട്. Hummer വരുന്നുണ്ട്. ഇപ്പം ടെസ്ല Rolls Royce Spectre ഉണ്ട്. So even now Tesla has opened a showroom in India. അങ്ങനെ ഡെഫിനറ്റ്ലി EVs numbers are growing. So അങ്ങനെ നോക്കിയാൽ ഡെഫിനറ്റ്ലി ദിസ് സെക്ടർ ഇസ് ഹാവിംഗ് പൊട്ടൻഷ്യൽ. സോ ഫ്യൂച്ചറിൽ ഒരു EV എടുക്കുന്നത് കൺസിഡർ ചെയ്യാമോ ഡോക്ടർ? Yeah, so again ആൾക്കാർ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് കാർ. So yeah, I mean there are some very good options actually, and frankly speaking much more cheaper and comfortable and cheap to maintain also compared to ICE vehicle. Even premium segment കുറെ നല്ല EVs ഉണ്ടല്ലോ. റീസെന്റ് എനിക്ക് ഇഷ്ടം BYD C-Line നല്ല ഇഷ്ടമാണ് വണ്ടി. ഇറ്റ്സ് ലൈക്ക് സീൽ ഇഷ്ടമാണ്, പക്ഷേ അഗൈൻ സെഡാൻ ആയതുകൊണ്ട് ഹൈറ്റ് കുറവാണ്. സോ ഇറ്റ്സ് എ ഓപ്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. ഐ വിൽ കീപ് ഇറ്റ് റിസർവ്ഡ് ബിക്കോസ് ഞാൻ പ്രസന്റ്ലി താമസിക്കുന്ന ഫ്ലാറ്റ് ആണ്, അവിടെ ഈ ചാർജിങ് സൗകര്യമില്ല. സോ ഒബ്വിയസ്ലി ഓൾഡ് ഫ്ലാറ്റ്സിൽ ആ ചാർജിങ്. സോ ബേസിക്കലി ദ പ്രോബ്ലം വിത്ത് എൻറ്റയർ ഇക്കോ സിസ്റ്റം ഓഫ് EV ഈസ് ദ ചാർജിങ് പ്രോബ്ലം. സോ നമുക്കൊരു ചാർജിങ്ങിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയ അപ്പം ഐ തിങ്ക് അഡോപ്റ്റബിലിറ്റി വിച്ച് മച്ച് ഹയർ ബിക്കോസ് വണ്ടി ഡ്രൈവിംഗ് ഇസ് എ പ്ലഷർ. നമുക്ക് ആ ഒരു ലാഗ് ഇല്ല, ഇൻസ്റ്റന്റ് ടോർക്ക് ആണ്, ആൻഡ് വണ്ടി ഇസ് ഫൺ ടു ഡ്രൈവ് ആണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫൺ ടു ഡ്രൈവ്. ഓക്കെ, ഐ എം സ്റ്റിൽ എ ഡീസൽ എഞ്ചിൻ ഫാൻ ആണ്, പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് വെൻ ഐ ഹാവ് ഡ്രിവൻ എ EV or പോവാറുണ്ട്, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇറ്റ്സ് വെരി ക്വയറ്റ്. സെക്കൻഡ് തിങ്, മെയിൻ്റനൻസ് ഇസ് വെരി ചീപ്പ്. തേർഡ് തിങ്, ഒരു കൺസേൺ വിത്ത് ദ EV is obviously the batteries. ഇപ്പോൾ എത്ര നാൾ ലോസ്റ്റ് ചെയ്യും ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ വൺ തിങ്. സോ അപ്പം അത് അഗൈൻ എൻ്റെ തോട്ട് പ്രോസസ് ആണ്. ഐ മേ ഓർ നോട്ട് ബി റൈറ്റ് ഇൻ ദ ഫ്യൂച്ചർ, ബട്ട് ദെൻ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫോൺ എടുത്തു, ഇറ്റ്സ് എ സാംസങ് അൾട്രാ ഫോണാണ്, 2 വർഷം അപ്പോൾ ആവാറായി. 2 വർഷം എനിക്ക് ബാറ്ററിയിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഗോയിങ് വെരി സ്മൂത്ത്. ഓക്കെ, ദിസ് ഇസ് ഓൺലി എ 1.2 lakh rupees ഫോണാണ്, ആൻഡ് ഇറ്റ് ഹാസ് എ ഡീസെന്റ് ബാറ്ററി. 2 years ഒരു പ്രശ്നമല്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. When you compare it with a car, car in the battery obviously is much better and high quality area. Yes. And they are offering minimum 8 years warranty. Yes. പുതിയ വണ്ടിക്ക് lifetime warranty വരുന്നുണ്ട്. മാത്രമല്ല they are giving so many kilometers of warranty. അപ്പം they have some confidence, right? Yes. കാര്യം ആദ്യം വണ്ടികൾക്കൊന്നും ഇതില്ലായിരുന്നു. Exactly. ഇൻഡസ്ട്രി ഗ്രോ ആവുന്നതിന് കോൺഫിഡൻസ് വരുന്നതിനനുസരിച്ചാണല്ലോ. So that's a plus point and negative point both. That is a very fast changing industry. ഭയങ്കര യങ് ഇൻഡസ്ട്രി ആണ്, പക്ഷെ ഭയങ്കര ഡൈനമിക് ആണ്. So we can't predict. അപ്പം ഇന്നലെ 20 watt ചാർജിങ് ആയിരുന്നു, ഇന്ന് 120 watt ചാർജിങ് ഉണ്ട്, ഈവൻ ഫോൺസ് ആണെങ്കിൽ. So similarly in cars also the quality of battery, everything is getting improve very very fast. So they are also very confident. അവർക്ക് അങ്ങനെ അപ്പം ഞാൻ ഓൺലൈൻ കുറേ ആൾക്കാരെ ഫോളോ ചെയ്യാറുണ്ട് EV ഓണേഴ്സിനെ. സോ ദേ ഓൾസോ സേ ഇപ്പോൾ 2 years ആയി ഒരു ഡ്രോപ്പ് ഇല്ല ബാറ്ററിക്ക്. ഈവൻ വെൻ ദേ ആർ ലീവിംഗ് ദ കാർ 2 weeks നോട്ട് അറ്റൻഡഡ്, സ്റ്റിൽ അങ്ങനെ ബാറ്ററിയിൽ ഡ്രോപ്പ് വരാറില്ല. സോ ദാറ്റ് അഗെയിൻ ഇസ് എ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ ആണ്. ലൈക്ക് ഓക്കെ ഫൈൻ, ദിസ് ഇസ് ഗോയിങ് ടു സ്റ്റേ. ഒബ്വിയസ്ലി നമുക്കൊരു ടെൻഷൻ ഉണ്ട്, ഓക്കെ ഫൈൻ ടുമോറോ ദിസ് ഇൻഡസ്ട്രി ഡസന്റ് വർക്ക് ഔട്ട്. മനസ്സിലായി. പക്ഷെ എന്നാലും മൊത്തത്തിൽ വേൾഡ് വൈഡ് ഒരു ചേഞ്ച് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് മാറ്റം വരാനുള്ള സാധ്യത, ഈവൻ ഫോർ മീ നെക്സ്റ്റ് കാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു EV എന്ന് തന്നെ മൈൻഡിൽ. Yeah, see, because entire ecosystem is working for it. No, അപ്പോൾ നമ്മളിപ്പം സപ്പോസ് ഞങ്ങൾ ഗവൺമെന്റ് is pushing for EV. EVക്ക് ഈവൻ രജിസ്ട്രേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കൊടുത്ത 22% ആണ് രജിസ്ട്രേഷൻ ഫോർ മൈ ബെൻസ്. EVയുടെ 5% ആയിരുന്നു. I would have saved so much money if I bought a EV, right? പിന്നെ obviously charging
അത്രയ്ക്ക് കോസ്റ്റ്ലി ഇല്ല കമ്പയർഡ് ടു പെട്രോൾ ഡീസൽ കാർ. പ്രത്യേകിച്ച് ഇപ്പോൾ ഹോം ചാർജിങ് ആണ് അത് അത്രയും പോലും ഇല്ല. അത്ര പോലെ അല്ല. ഈവൻ ബെൻസ് വാസ് ഓഫറിംഗ് മീ, ഞാൻ ബെൻസ് കാർ പറഞ്ഞു സർ ഇഫ് യു ബൈ EV ഫസ്റ്റ് 2 years നമ്മളുടെ ചാർജിങ് സ്റ്റേഷൻ വന്നാൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. സോ ഇവിടുന്ന് സപ്പോസ് കാലിക്കറ്റ് പോകണം, ഫാമിലി കാലിക്കറ്റിലായിരുന്നു മുമ്പ്, അപ്പം ഡ്രൈവ് ചെയ്ത് വരും. എല്ലാ ആഴ്ച സാർ ബ്രിഡ്ജ്വേയിൽ സ്റ്റോപ്പ് ചെയ്ത് ചാർജ് ചെയ്ത് പോയാൽ മതി, ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. സോ when the ecosystem is driving it towards it, and obviously it is not a bad technology. Technology also is ബാക്കി എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഇതിലാണല്ലോ. Exactly. മൊബൈൽ ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. Exactly. അപ്പോൾ obviously environment better ആണ്. Counter arguments ഉണ്ട്. So making the battery is harming the environment. അപ്പോൾ ഇതിന്റെ ആ ഒരു കോൺവെർസേഷനിൽ പോകുന്നില്ല, ബിക്കോസ് അത് പിന്നെ നമ്മൾ ടെക്നിക്കലി പോകേണ്ടി വരും. ബട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഹാർമിംഗ് ദ എൻവയോൺമെന്റ്, ബട്ട് കമ്പയർ ടു ഡീസൽ അത് മേ ബി മൈന്യൂട്ട് ആയിരിക്കാം. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക് ഫോർ എ ഡേ. നമ്മൾ ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷൻ പോലെ നമ്മൾ പോവുകയാണ്. ഡോക്ടർക്ക് ഒരു കാർ, യു ക്യാൻ ചൂസ് ദിസ് കാർ, ഒറ്റ കാർ ചൂസ് ചെയ്യാം. Doesn't matter the price, doesn't matter the model, doesn't matter what it is. അതൊരു വിൻറ്റേജ് ആവാം, കറണ്ട് ആവാം, what would you choose? I'll probably go for Porsche 911. GT. I mean, yeah. That's a dream car for every car enthusiast. Yeah. Would you recommend Goisi for your friend? Definitely. Not for this question, but in general, I have recommended it. Okay. Hospital, I think all my close friends know that I am invested in Goisi. Okay. In fact, even colleagues and doctors at any discussion on diet, how does it work? Even 2 days back in the friends on the Lux Moto, owners are my colleagues only, my friends only. But I did a discussion on that now. So how are you investing? What is the modeling? So people who know me closely, they all know that I am investing in Goisi. And I tell them that I am happy with it. But yeah, obviously you have to do your own research and take your own risks. അടുത്തത് നമ്മൾ ഈ കോൺവെർസേഷൻ കഴിഞ്ഞാണ്, ബട്ട് സ്റ്റിൽ IC or EV at present? At present, I have 2 ICE cars, or hybrid or diesel. Okay. I'm happy with that. In the future, I might go for EV. A feature that you want in Goisi, not for investment, but for the end user, something like that. Something that you wish that Goisi had this. That is actually a feedback also. So, even in fact, in a friend who has a EV car, so he was telling that charging station charging over phone try trouble shooting the customer center, but it could not happen. So probably if on the spot would have been easier for him. So kid was there, so he to struggle 20-25 minutes. So finally he had to go to some other station. It's an emotion too. Yeah. So your family, traveling with the family. So charge anxiety battery percentage anxiety. So if a person can be there in the vicinity, for a 20-kilometer radius, station by chance solve someone can go physically and help, because for human help is better compared to app and over phone. So confidence. So a feature that you love in Goisi? Okay, the feature I love is the ease of using the app. EV, so I don't know how the charging works. Actually, in fact, and charging station പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. No, I have never seen it. അതോടൊന്നും ഉറപ്പാണോ? And then in fact I am planning to buy one more, you must be aware. Yeah. So that's also a good location, probably will reveal in the future. But I like the app, and in the friends പറയാറുണ്ട് that Goisi the nalla charging stations, they are very happy when they use it. And third thing, as an investor, illa masam investors app where I can see how many chargings have happened, and a proper dashboard get to. It's very beautiful, integration, and I can see. In fact, even the CCTV access under. So I have seen things improving, not going down actually. So that gives me confidence. Well, thank you so much for the conversation. Thank you so much. All the best for your career, life, and thank the you. journey with Happy, Goisi. and any feedbacks I'll surely be giving. Thank you so much, Dr.